ഇന്നത്തെ നാടൻ വിഭവം കണ്ടാലോ. കടുക് പൊട്ടിച്ചു, തേങ്ങ ഇട്ടിട്ട് മൂപ്പിക്കട്ടെ. ബീൻസും ക്യാരറ്റും കൂടിയാണ് ഉപ്പേരി. കരിവേപ്പില ഇട്ടു. ചോപ്പറിലിട്ടത് കേട്ടോ ക്യാരറ്റ്. അതങ്ങോട്ട് കേടന്നു. ഇവിടെ ചോപ്പർ കുട്ട കേടന്നു. ചോപ്പർ കുട്ട വാങ്ങണം. അതുകൊണ്ട് കഷ്ണങ്ങളൊക്കെ കുറേ വലുതായി, അല്ലെങ്കിൽ നല്ല കുനുകുനായിരുന്നു. സിമ്മിലിട്ട് കൊടുക്കാം കേട്ടോ. അരച്ച് വെച്ച് വേവിച്ചെടുക്കാം. കേട്ടെ, വെള്ളരിക്ക മോരുകറി കേട്ടോ ഉണ്ടാക്കണേ. വറുത്തരച്ചിട്ടുള്ള മോരുകറി കേട്ടോ. തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ ആവിക്ക് വെച്ചിട്ടുള്ള വേവിക്കണം കേട്ടത്. അപ്പം നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണേ. അപ്പം നമ്മുടെ ഉപ്പേരി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. തുള്ളി വെള്ളം കൂട്ടാതെ നമ്മൾ വെച്ചുണ്ടാക്കിയതാണ് കേട്ടത്. അത് കഴിഞ്ഞു, നമുക്ക് കറി വയ്ക്കാം. ഒരു കറി ഉണ്ടാക്കാം. അപ്പം എനിക്ക് ആദ്യം കുറച്ച് അരിയും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വറുത്തരച്ച മോരുകറിയാണേ. എന്തേ പോരാ, വയ്ക്കാനായോ? നാടൻ മാങ്ങ ഉണ്ടായിട്ടുണ്ട്, അപ്പം അത് പറിക്കാനായി എന്ന് പറയാം. കരിവേപ്പില, തേങ്ങ പൊരിഞ്ഞ് വരണ്ട കേട്ടോ. ഒന്ന് വെള്ളം ഒന്ന് വറ്റിയാൽ മതി. പച്ചമുളക്, നമ്മൾ മോരുകറി ആയിട്ടോ ഉണ്ടാക്കുന്നത്. വറുത്ത് അരച്ച മോരുകറി. അരിയൊക്കെ കൂട്ടുമ്പോൾ കുറച്ച് കൂട്ടിയാൽ മതി കേട്ടോ. നമ്മൾ ആ തേങ്ങയും നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഒന്ന് കൂട്ടിയാൽ മതിയേ. കുറേ ഒന്നും വേണ്ട, ഭയങ്കര കൊഴുപ്പാവും കറിക്ക്. ഒരു പാകത്തൊരു കൊഴുപ്പിനുള്ളത് അവനാൻ ഉണ്ടാക്കുന്നതിനനുസരിച്ച് കണക്കൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അതേപോലെ കൂട്ടിയാൽ മതി കേട്ടോ. ഇത്രയും മതി, ഇനി മൂക്കണ്ട. ഇപ്പം തന്നെ നല്ലൊരു വാസന കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടേ നല്ലൊരു മണം വന്നിട്ടുണ്ട്. ജീരകത്തിൻ്റെ നമുക്ക് കറി അടുപ്പത്തേക്കാം. ചേന, വെള്ളരിക്ക കേട്ടോ. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കട്ടെ. ഇപ്പം നമ്മുടെ വെള്ളരിക്കയും ചേനയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് കൊടുക്കാം.
ഇത് വേവട്ടെ. മഞ്ഞളൊന്ന് വേവാണ്ട് അതിൻ്റെ ഒപ്പിട്ടാൽ എന്താണെന്നറിയോ, വെന്ത് 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 പരിവാകും. അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ കുറച്ച് നേരത്തെ വേവ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിന് കേട്ടോ. നമുക്ക് കുറച്ച് തൈര് ഒഴിക്കണം അതിൽ. മഞ്ഞളൊക്കെ നല്ല വെന്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഞാൻ തൈര് ഒഴിച്ച് മോര് കൂട്ടാൻ വയ്ക്കുമ്പോൾ ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. മോര് ഒഴിക്കുകയാണെങ്കിൽ തൈര് ഒഴിക്കുകയാണെങ്കിലൊക്കെ അത്ര മതി. കുറച്ച് പുളിയുള്ള ടൈപ്പാണ്. അതിനൊപ്പം തന്നെ അങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഉടയ്ക്കാത്ത തൈര് ഒഴിച്ചിട്ട് നമ്മൾ മോര് കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അപ്പം തന്നെ അങ്ങനെ ഇളക്കി കൊടുക്കണേ. ഒന്ന് പറയട്ടോ. നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. വറുത്തരച്ച തേങ്ങ. ഇന്നൊരു വെറൈറ്റി മോരുകറി കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. അതെ അതെ. അപ്പം ഇത്രയും മതി. ഇതൊന്ന് ചൂടായാൽ മതി കേട്ടോ. ചൂടായി, നമുക്കത് വറവിടാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കടുക്, ഉലുവ, വറ്റൽ മുളക്, കരിവേപ്പില, കുറച്ച് മുളക് പൊടി. മുളക് പൊടി എന്തിനറിയോ, കറിക്ക് ഒരു കളറ് കിട്ടാനാണ്. ഉപ്പുമാവോ? നമ്മുടെ വറുത്തരച്ച മോര് കറി. ഇത് പണി കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഏട്ടാ ഈ കറിയൊന്ന് കൂട്ടി വയ്ക്കി. ഇതാ ഏട്ടി അടുത്തേക്ക് ഏട്ടി പോകൂലേ. നമ്മുടെ വറുത്തരച്ച മോര് കറിയും ബീൻസും ക്യാരറ്റും തോരനും ഇന്നത്തെ വിഭവമാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് നമ്മളെ വറുത്തരച്ച മോര് കറിക്കും ഉപ്പേരി, സാധാ ഉപ്പേരി, നാടൻ വിഭവം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇത്രയും ദിവസം വീഡിയോയ്ക്ക് വരാൻ എന്താണെന്നറിയോ, കാലിനൊരു മുറിയായിട്ട് പ്രശ്നമേ. ഒരു ദിവസം വീഡിയോ ഇട്ടീന്നു. ആയിക്കോട്ടെ കേട്ടോ.